കണ്ണൂരിലെ ചെങ്ങായി അടൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം അപകടഭീതിയിൽ. പ്ലാറ്റ്ഫോം ഉൾപ്പെടെ തുരുമ്പെടുത്ത തകരാർ തുടങ്ങിയ പാലത്തിന്റെ കൈവരികളും ദ്രവിച്ചു തുടങ്ങി. കഴിഞ്ഞ 14 വർഷമായി പാലത്തിൽ ഒരു അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല. തലയ്ക്കുമേലെയല്ല, കാൽ കീഴിലാണ് ഇവിടെ അപകടം പതിയിരിക്കുന്നത്. മഴക്കാലത്ത് കുത്തിയൊഴുകുന്ന വളപട്ടണം പുഴയ്ക്ക് മുകളിൽ ജീവൻ പണയം വെച്ചാണ് നൂറുകണക്കിന് ആളുകളുടെ യാത്ര. കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി, മലപ്പട്ടം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് അധികൃതരുടെ ശ്രദ്ധക്കുറവ് കാരണം അപകടക്കെണിയാകുന്നത്. വളരെ ദുരിതം പിടിച്ച യാത്രയാണ് പലപ്പോഴും. ഇത് അപകടാവസ്ഥയിലായി പാലം. എത്രയും പെട്ടെന്ന് ഇതിനൊരു ബദൽ സംവിധാനം കാണുന്നില്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ, അതുപോലെ തന്നെ അടൂര്, അതുപോലെ തന്നെ മറ്റുള്ള ഭാഗത്തെല്ലാം ആളുകൾക്ക് ഇതുവഴിയാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ അവരൊക്കെയും വലിയ പ്രയാസത്തിലും വിഷമത്തിലുമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിലവിലുള്ള ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥയെ മാറ്റി ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. 2010-ലാണ് സർക്കാർ നിർദ്ദേശപ്രകാരം തോണി വഴിയുള്ള അപകടയാത്ര ഒഴിവാക്കാൻ തൂക്കുപാലം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കി 14 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ദിവസം വരെ പാലത്തിന് ഒരു അറ്റകുറ്റപ്പണിയും ചെയ്തിട്ടില്ല. പാലത്തിന്റെ കൈവരികളും റോപ്പും പാലവും ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പികളും തുരുമ്പെടുത്തു. ഏറ്റവും വലിയ അപകട സാധ്യത ഉയർത്തുന്നത് പ്ലാറ്റ്ഫോമിൽ പാകിയിരിക്കുന്ന ഷീറ്റുകളാണ്. ദ്രവിച്ചു തുടങ്ങിയ ഇവ തകർന്നാൽ ആളുകൾ പുഴയിലേക്ക് വീഴുന്നതിനുൾപ്പെടെ സാധ്യതയുണ്ട്. 2010 അടൂർ പ്രകാശാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഉദ്ഘാടനത്തോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ റിപ്പയർ പണി നമ്മളെ 2 മലപ്പട്ടം പഞ്ചായത്തും അതുപോലെ തന്നെ ചെങ്ങളായി പഞ്ചായത്തും കൂടെ യോജിച്ചുകൊണ്ട് ഇതിൻ്റെ റിപ്പയർ പണി നടക്കണമെന്ന്. പക്ഷേ ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഇത് തുരുമ്പ് പിടിച്ച് 2 ഭാഗവും പോയിക്കൊണ്ടേയിരിക്കുക. ചെങ്ങളായി ഭാഗത്ത് പാലത്തിലേക്ക് കയറാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. തകർന്ന പ്ലാറ്റ്ഫോമിന് പകരം നാട്ടുകാർ കവുങ്ങിന്റെ തടിയും മറ്റും ഉപയോഗിച്ചാണ് താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. ജില്ലാ കളക്ടറെ ഉൾപ്പെടെ കണ്ട് പ്രശ്നം അറിയിച്ചെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കുട്ടികളൊക്കെ നടന്നു പോകുന്ന, വൃദ്ധന്മാരൊക്കെ നടന്നു പോകുന്ന പാലാണിത്. ചെങ്ങളായി ആശ്രയിച്ച് വരുന്ന ഒരു പാലമാണ്. അപ്പം നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതൊരു അപകട രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും പെട്ടെന്ന് തന്നെ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. പുഴയ്ക്ക് കുറുകെ പുതിയ കോൺക്രീറ്റ് പാലത്തിന് ഭരണാനുമതിയായിട്ടുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യമാകും വരെ ഇരുകരകളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരുടെ ജീവന് വില കൽപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കണ്ണൂർ.